KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പുനലൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടത്തുന്ന ഈ സമരം കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അത് ഒരു ജനകീയ മുഖത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൽ ഉയർത്തുന്നുണ്ട്. കാര്യം ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹന സൗകര്യങ്ങൾ ഉണ്ടാവണം, അവർക്ക് ലൈൻ പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണം. ഇങ്ങനെ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതത്തെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രചാരണം നേടിയിട്ടുള്ള മാധ്യമങ്ങളുടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പക്ഷപാതിത്വത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആന കരിമ്പുകാട്ടിൽ കയറിയതുപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ മേഖലകളും ഗവൺമെൻറ് കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളും തകർത്തുകൊണ്ടാണ് ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ ഒരു ജനവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണം മുമ്പ് ഒരിക്കലും കേരളം ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. PF ലോൺ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക, ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, സെക്ഷൻ ഓഫീസുകൾ അറ്റകുറ്റപ്പണി നടത്തുക, മസ്ദൂർ നിയമനം നടപ്പിലാക്കുക, പ്രമോഷൻ യഥാസമയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ധർണയ്ക്ക് KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം P ചന്ദ്രലാൽ അധ്യക്ഷത വഹിച്ചു. V രാമചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി AK ഫൈസൽ, യൂണിറ്റ് സെക്രട്ടറി M നൂറുദ്ദീൻ, ട്രഷറർ സജ്ജു കോശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.